നീ ഇതാലോചിച്ച് നോക്ക്, സ്വിസ് ബാങ്കിന്റെ ഡാർക്ക് സൈഡ്. ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ വരുമ്പോ ഇവരൊക്കെ പോയി കൊല്ലാലോ. ബിഹൈൻഡ് ദ സീൻസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഓർഗനൈസേഷൻസ് ആർ കറപ്റ്റ്. അതെ, ചെയ്യൂലെന്ന് എന്ത് ചെയ്യണ്ടോ ചെയ്യണില്ല എന്നാണ് ഇപ്പത്തെ ചോദ്യം. അതെ, പക്ഷെ ഒരു അടിപൊളി സംഭവല്ലേ സ്വിറ്റ്സർലാൻഡിന്റെ സ്വിസ് ബാങ്ക് തുടങ്ങിയാലോ? എന്തിടാനടാ ഈ പോഡ്കാസ്റ്റ് കിട്ടിയ അങ്ങനത്തെ ഒരു ബാങ്കിങ് സിസ്റ്റം നമ്മളെ കൊണ്ടൊന്നും ആവില്ലടാ. അതൊക്കെ ഗവൺമെന്റ്സ് വിചാരിച്ചാലേ നടക്കും. സ്വിറ്റ്സർലാൻഡ് ആവാന്ന് പറഞ്ഞാൽ തന്നെ പൊളിറ്റിക്കലി അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ന്യൂട്രലായി നിൽക്കാന്ന. ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്വിറ്റ്സർലാൻഡ് അതിൽ ഇടപെടില്ല. അതാണ് സ്വിറ്റ്സർലാൻഡ് ഒരു ന്യൂട്രലായി നിൽക്കുകയാണ്. ഇപ്പൊ ഖത്തറും ഏറെക്കുറെ ആ ഒരു സ്റ്റാൻസിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ട് കാണും. ഖത്തർ ഇസ് ബിക്കമിങ് ദ സ്വിറ്റ്സർലാൻഡ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്ത് പ്രശ്നം വേണം ഖത്തർ ഒരു ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ സ്റ്റാൻസ്, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലേ സ്റ്റേഷനെ കുറിച്ചും എനിക്ക് എങ്ങനെ പ്ലേ സ്റ്റേഷൻ കിട്ടിയ, ഗെയിം ബോയ് കിട്ടിയ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ഓഡിയൻസിൽ അങ്ങ് റെസനേറ്റ് ചെയ്തു. കുറേ ആൾക്കാർ മെസ്സേജ് വെച്ചു, എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വേറെ സ്റ്റോറി പറയാണ്ട്, ഞാൻ 5ാം ക്ലാസ് പഠിച്ചപ്പം എന്റെ കൂടെ പഠിച്ചിരുന്നൊരു പയ്യണ്ടായിരുന്നു, ഇർഫാൻ പട്ടാമ്പി. ഇർഫാൻ പട്ടാമ്പി അല്ല, ഇത് വേറെ ഇർഫാൻ. അവനും എന്റെ കൂടെ എന്റെ ക്ലാസ്സിലായിരുന്നു, വേറെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഈ ഇർഫാന് പഠിക്കാൻ വളരെ മോശമായിരുന്നു. ഒരു മറ്റേ ഇർഫാൻ പഠിക്കാൻ ഭയങ്കര പ്രഗത്ഭനായിരുന്നു. ഇവന് ഒരു ഫെയിലിയർ എന്ന് പറയാം, ഫെയിലാകുമായിരുന്നു. അങ്ങനെ. പക്ഷെ ഇവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഞാനാണ് ഈ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ സെമീർ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പുഞ്ചിരി തൂകുന്ന ടീച്ചർ, ഒരു ഓമനത്തുള്ള ടീച്ചർ. ഐശ്വര്യാണ് ടീച്ചർ. ആര് സാരിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ വന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോ സിലിമാം എന്ത് ചെയ്തു, പഠിക്കാത്തൊരു കുട്ടീനെയും പഠിക്കുന്നൊരു കുട്ടീനെയും അങ്ങ് പേരപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ പേരപ്പ് ചെയ്ത കൂട്ടത്തില് ഞാനും ഇർഫാനുമാണ് പേരപ്പ് ചെയ്തത്. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഇർഫാനെ ഞാൻ ഒരു എന്റെ അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ അത്ര ഡെഡിക്കേഷനിൽ ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഇവന് പഠിച്ച് ഇവന് ഫെയിൽ ആയില്ല എന്ന് മാത്രമല്ല, ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് ഇവന് കിട്ടി. അപ്പൊ ഇവന് ഭയങ്കര ഹാപ്പിയായി. ഇവനേക്കാളും ഹാപ്പി ഇവന്റെ ഫാമിലി. എന്നിട്ട് ഇവര് പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന്. എന്നിട്ട് ഇവന്റെ ബ്രദറിന് ഗെയിമിന്റെ കടയായിരുന്നു. എന്നിട്ട് ഇവൻ എനിക്ക് ഗിഫ്റ്റായി തന്ന എന്താ അറിയോ, PSP, പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ. എനിക്ക് ഗിഫ്റ്റായി തന്നു എന്റെ ഫ്രണ്ട് ആയോണ്ട്. അതും ഇതെന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബൊന്നും ആ കാലത്ത് ഇല്ല. PSP പറഞ്ഞാല് സെയിം ഗെയിമിന്റെ സംഭവം, പക്ഷെ നമുക്ക് ഒരു ടാബിലൊക്കെ കളിക്കണ ഒരു ഫീല്. യൂട്യൂബ് ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ നമ്മൾ യൂട്യൂബില് സർപ്രൈസിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് PS5 PS5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നിട്ട് ഇവനൊരു OG എന്നുള്ള പോലെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഇവൻ എനിക്ക് പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ ഗിഫ്റ്റ് തന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞേ എനിക്ക് Xbox ഗിഫ്റ്റ് ചെയ്യണമെന്ന്. പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം. അപ്പൊ ഇവൻ എനിക്ക് സ്കൂളിൽ കൊണ്ടുവന്ന് തന്നു. സ്കൂളിലേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല, പക്ഷെ ഇവൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു. പക്ഷെ Xbox എന്ന് പറഞ്ഞാൽ വലിയ സാധനം. അപ്പൊ ഇവൻ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഓക്കെ എന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞേ ഇങ്ങനെ ഇർഫാന് Xbox തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ എൻ്റെ ഉപ്പ പറഞ്ഞേ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഇൻവോൾവ് ആവില്ല, വേറെ ആളെടുത്ത് നിങ്ങൾ ഗിഫ്റ്റ് മേടിക്കുന്നത്. എൻ്റെ ഉപ്പൊക്കെ കുറച്ചില് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യണമെന്ന് ചെയ്തോ, പക്ഷെ എന്നെ ഇതിലേക്ക് ഇതാക്കണ്ട. സ്വിറ്റ്സർലാൻഡ് എൻ്റെ ഉപ്പ ന്യൂട്രലായിരുന്നു. ഉപ്പ പറഞ്ഞു ഞാൻ ഇതില്. എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ എന്നിട്ട് ഇവനൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഇവൻ പറഞ്ഞു അങ്ങോട്ട് വരാ. ഇവനൊരു ദിവസം ഇതേപോലെ പോയി, ഇവൻ വന്നു, ഞാനും അവിടെ പോയി. പക്ഷെ ഇവന് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കണ്ടുമുട്ടാനായില്ല. അപ്പൊ ഇവൻ വേറൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ Xbox കൈമാറാൻ കഴിഞ്ഞില്ല. പിന്നൊരു ദിവസം എന്നുള്ള സംഭവം ഇല്ലേ, ഇത് ലാസ്റ്റ് ഡേ ആണോ? ഇവൻ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഞാൻ ഇവനെ കുറിച്ച് അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ ഇവൻ ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവനായിട്ട് ഞാൻ കമ്പനി കീപ്പ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇവന് നഷ്ടപ്പെട്ടു പോയി. ഇവന്റെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ?
നമുക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിലെ കൊറേ റീൽ ട്രെൻഡ് ആണല്ലേ, ഇവര് LKG ഒരുമിച്ചുള്ള ഫോട്ടോ ഇട്ടാണ്ട് ഐ എം ട്രൈങ് ടു ഫൈൻഡ് ദിസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇവന്റെ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, എടാ സയാനെ എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവനെ എല്ലാ കൊല്ലവും ഞാൻ ഇവനെ ഓർക്കാറുണ്ട്. എടാ ഇവൻ എന്റെ അത്ര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നടാ കൊല്ലും. അതായത് ഞാൻ ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലെത്തി. 6ാം ക്ലാസ്സിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ ഓർത്തിട്ടുണ്ട്. പിന്നെ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയപ്പോഴാണ് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചത്. എന്നിട്ട് ഇവനെ ആടാ അപ്പൊ ഇവൻ പറഞ്ഞേ ഞാൻ സൗദിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ. അങ്ങനെ ജിദ്ദ കാർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിദ്ദ കാർ ഷോയിൽ വെച്ച് ഞാൻ ഇവനെ വീണ്ടും മീറ്റ് ചെയ്തപ്പം ഒരു ബോയ്സ് ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ എത്ര വർഷം സംസാരിച്ചില്ലെങ്കിലും എത്ര വർഷം കണ്ടില്ലെങ്കിലും, അതെ ആണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണ്. നമ്മൾ എത്ര വർഷം കണ്ടില്ലെങ്കിലും എത്ര വർഷം സംസാരിച്ചില്ലെങ്കിലും പിന്നീട് നമ്മളാണ് കാണുമ്പോൾ പിക്കപ്പ് റൈറ്റ് വേ വി ലെഫ്റ്റ് ഓഫ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഓക്വേർഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസോ അല്ലെ ആദ്യം കുറച്ചിങ്ങനെ ഒരു ഷൈനെസ്സോ ഒന്നുമില്ല. ഞാൻ ഇവനെ കണ്ടതും എടാ എന്തുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് സംസാരം തുടങ്ങി ഭയങ്കര രീതി അതായിട്ട്. ഇവന് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവന് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ച് പിന്നെ ഇവന് ഡീആക്ടിവേറ്റ് ആയി പോയി എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ ഞാൻ ഇവനെ കണ്ട് നമ്മൾ കുറെ ഓർമ്മകളൊക്കെ പുതുക്കി. ഇവൻ ഇതേപോലെ തന്നെ വീണ്ടും ഡിസപ്പിയർ ആയി. എന്തോ മാഫിയ എന്നിട്ട് ഡിസപ്പിയർ ആയി. എന്നിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞ് ഞാൻ അത് 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ +1 +2 കഴിഞ്ഞ് ഞാൻ കാനഡയിൽ വന്ന് എത്രയോ 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോണ്ട് പിന്നെ ഇതേപോലെ ഒരു മെസ്സേജ്, എടാ എന്നെ ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരെ മറക്കൂല. ഞാൻ പറഞ്ഞു എങ്ങനെയാടാ നിന്നെ ഞാൻ മറക്കാൻ. ഞങ്ങൾ അന്ന് തന്നെ ഉഗാണ്ട ഇർഫാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം എന്താ വെച്ചാ ഇവ ഇങ്ങനെ വെളുത്ത് തുടുത്തിട്ടായിരുന്നു. അപ്പൊ ഇവന് കണ്ട ഒരു മലയാളി ലുക്കില്ല, ഒരു കണ്ണൂരാരാണ് ഇവൻ, കണ്ണൂരാണ്, മലയാളി ലുക്കും ഇല്ല ഇവന്. അപ്പൊ നമ്മളെല്ലാരും ഒരു കളിയാക്കിയിട്ട് ഇപ്പൊ ഉഗാണ്ടേന്നാണെന്നാ പറയാറ്, കറുത്ത റേസിസ്റ്റ് ജോക്സ്. ഞങ്ങള് എന്നിട്ട് ഉഗാണ്ട ഇർഫാൻ. അപ്പൊ ഇവന് എന്നെ അറിയോന്ന് അറിയുമ്പോ ഞാൻ അങ്ങോട്ട് എപ്പോഴും ഉഗാണ്ട ഇർഫാൻ എന്ന് പറയും. അപ്പൊ ഇവന് എന്നുള്ള രീതിയിൽ വരിക. അങ്ങനെ ഇവന് എന്തല്ലേ മറ്റേ പെൺകുട്ടികളൊക്കെ കൊറേ ആണല്ലേ എന്റെ സ്കൂളിലായപ്പോ പലരും ഇത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നേരെ മറിച്ച് ഉഗാണ്ട. എന്നിട്ട് ഞാൻ ഉഗാണ്ട ഇർഫാൻ. അപ്പൊ ഇവന് യെസ് ഞാൻ തന്നെ. അങ്ങനെ എന്നിട്ട് ഞങ്ങള് വീണ്ടും ഇതേപോലെ സംസാരിക്കുക. അങ്ങനെ ഫുള്ള് ഇവന് നാട്ടിലാണ് ഉള്ളത്. ജിമെയിൽ വാങ്ങിയേക്ക് നമ്പറും അക്കൗണ്ട് ഒക്കെ മാറും. ഇപ്പൊ ഇവന് സ്ഥിരമായിട്ട് ഇവനിപ്പോ സ്ഥിരമായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ശരിയാണ്. അപ്പൊ എന്നിട്ട് ഇവന് നമ്മളുടെ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മളിടുന്ന റീൽസ് ഒക്കെ സ്റ്റോറി ഇടും. അതാണ് കാണുമ്പോ ആരാടത് എനിക്കൊന്ന് കാണിച്ചോണ്ടോ. എന്നിട്ട് ഞാൻ ഇവങ്ങനെ ജയന്റെ ഫ്രണ്ട് പറഞ്ഞ എന്റെയും ഫ്രണ്ട് എൽദോ ഞാനൊക്കെ ഇപ്പൊ ഇങ്ങനെ. അതെ. എന്നിട്ട് ഇവന് സ്റ്റോറി ഒക്കെ ഇടും. അതൊക്കെ കാണുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കും 5ാം ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതെ, എന്ത് കുട്ടിത്തുള്ള ഫ്രണ്ട്ഷിപ്പാ. കാര്യമായിട്ട് ഒരു പ്യുവർ സോൾസ്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. അതെ, ഇത് നമ്മള് ഫ്യൂച്ചർ മതിയടാ. ഇത് ഫ്യൂച്ചറിൽ എവിടെ എത്തുന്നു അങ്ങനൊന്നും നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കുന്നില്ല. നമ്മൾ എത്രയോ മാറി, നമ്മുടെ ചിന്താഗതി മാറി, നമ്മളുടെ ക്യാരക്ടർ മാറി. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തുടരുന്നു. നമ്മൾ കാര്യമായിട്ട് മീറ്റ് ചെയ്തിട്ട് കുറെ കാലമായി, കുറെ വർഷങ്ങളായി, സംസാരിക്കാറില്ല, കോൾ ചെയ്യാറില്ല. വല്ലപ്പോഴും എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഫോർ എവർ എന്നൊക്കെ. ഒരു ഹെൽപ്പ് ചോദിച്ചു വന്നാൽ ജയാൻ വിൽ ബി റെഡി. അതെ, ഇവന് എന്നിട്ട് എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചിരുന്നു, ഞാൻ അങ്ങ് ഫുൾഫിൽ ചെയ്തു കൊടുത്തു.